ആകാശവാണി ആകാശവാണി കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു ആത്മസഖി ആകാശവാണി. പ്രക്ഷേപണത്തിന്റെ 90 സുവർണ വർഷങ്ങൾ പ്രത്യേക പരിപാടി. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ആത്മസഖി ആകാശവാണിയിലേക്ക് സ്വാഗതം. ആകാശവാണിയുടെ 90ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടിയാണിത്. നമുക്കെല്ലാവർക്കും അറിയാം. ഇതിൽ നമ്മുടെ പ്രിയ ശ്രോതാക്കളാണ് ഇവിടെ അതിഥിയായി വരുന്നത്. അവരുടെ ആകാശവാണി ഓർമ്മകൾ പങ്കുവെക്കുന്നതിനോടൊപ്പം ആകാശവാണി അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സ്വാധീനം ചെലുത്തിയത്, ആ ഓർമ്മകളിലേക്കൂടെയുള്ള ഒരു ഓട്ടപ്രദക്ഷിണമാണ് ഈ പരിപാടി. ഇന്ന് ആത്മസഖി ആകാശവാണി സംഗീത സാന്ദ്രമാക്കാൻ നമ്മോടൊപ്പമുള്ളത് ശ്രീ TJ ജോർജാണ്. ഇദ്ദേഹം വർഷങ്ങളായി, ഏതാണ്ട് 3 ദശാബ്ദ കാലത്തോളം സംഗീതാധ്യാപകനായി പ്രവർത്തിച്ച് ഇപ്പോഴും നിരവധി ശിഷ്യരെ സംഗീതത്തിൻ്റെ വഴിയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരുന്ന ഒരാളാണ്. ഏതാണ്ട് 14 സംഗീത ഉപകരണങ്ങൾ വായിക്കുന്നു. അതിൽ എടുത്തു പറയേണ്ട കാര്യം, ഇതൊക്കെ അദ്ദേഹം സ്വന്തമായി പഠിച്ചെടുത്തതാണ്. അപ്പോൾ നമുക്ക് സ്വാഗതം ചെയ്യാം TJ ജോർജിനെ. സ്വാഗതം സാർ. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എറണാകുളം ജില്ലയിലുള്ള ഏലൂരാണ് സാർ ജനിച്ചത്. തുടർന്ന് വാഴക്കാലയിലാണ് കൂടുതൽ ഔദ്യോഗിക കാര്യത്തിനൊക്കെ ആയിട്ട് സാർ താമസമാക്കിയത്. എങ്ങനെയായിരുന്നു സാറിൻ്റെ കുട്ടിക്കാലമൊക്കെ? കുട്ടിക്കാലം ഞാൻ വളരെ ചെറുതായിരിക്കുമ്പോൾ എൻ്റെ ഫാദർ ഹാർമോണിയം വായിച്ചൊക്കെ പാടുമായിരുന്നു. അതൊക്കെ കേട്ടാണ് ഞാൻ ഈ സംഗീതം എനിക്ക് മനസ്സിലേക്ക്. അന്ന് അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? എൻ്റെ ഫാദറിൻ്റെ പേര് ജോസഫ് എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടൊക്കെ കേട്ടാണ് ഞാനിങ്ങനെ വളർന്നു വന്നത്. ഹാർമോണിയം അന്ന് തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ വായിച്ചൊക്കെ തുടങ്ങി. ഞാൻ ചെറുപ്പത്തിലെ സംഗീതം ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്കൂളിൽ പോയവർ 1 മണിക്കൊക്കെ വരുമ്പോൾ റേഡിയോ ഗാനങ്ങൾ അടുത്ത വീട്ടിലൊക്കെ ഇങ്ങനെ പാടുന്നുണ്ടാവും. അതൊക്കെ മനസ്സിലേക്ക് വരുമ്പോൾ അന്ന് രാഗത്തെക്കുറിച്ചൊന്നും അറിയില്ല. പക്ഷേ എന്നാലും മനസ്സിൻ്റെ ആ അടിത്തട്ടിലേക്കൊരു വാഹിനി ഇങ്ങനെ ഒഴുകി വരും. അപ്പോൾ ഒരു സംഗീത രാഗത്തിൻ്റെ അപ്പോൾ ഏത് രാഗമൊന്നും നമുക്കറിയില്ല, എന്നാലും നമ്മൾ വളരെ ഇഷ്ടമായിരുന്നു അന്ന്. അത് പിന്നീടാണ് അത് മനസ്സിലായത്, അത് ഖരഖരപ്രിയയാണ്, അത് കല്യാണിയാണ്, അത് യമുനാ കല്യാണി രാഗമായിരുന്നു എന്ന് പിന്നീടാണ് അത് മനസ്സിലായത്. അപ്പോൾ ആ ചെറുപ്പകാലത്ത് ഇങ്ങനെ റേഡിയോ ഗാനങ്ങളാണ് നമ്മളെ, ആകാശവാണിയിലൂടെ ഒഴുകി വരുന്ന ഗാനങ്ങളാണ് നമ്മളെ സ്വാധീനിച്ചത് ഏറ്റവും കൂടുതൽ. എന്നെ മാത്രമല്ല എല്ലാ ജനങ്ങളെയും സ്വാധീനിച്ചത് ആകാശവാണിയിലൂടെ വന്ന സിനിമാ ഗാനങ്ങൾ ആണ് കൂടുതലും മനുഷ്യനെ സ്വാധീനിച്ചത്. അപ്പോൾ ഈ സിനിമാ ഗാനത്തിലൂടെയാണ് ഈ ക്ലാസിക്കലിലും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. അത് ദാസേട്ടൻ്റെ ഒരു കാലത്ത് സംഗീതം, ശാസ്ത്രീയ സംഗീതം സിനിമയിലൂടെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ശാസ്ത്രീയ സംഗീതത്തിന് കൂടുതൽ ഇമ്പവും മനുഷ്യന് കൂടുതൽ അട്രാക്ഷനായത്. അങ്ങനെയാണ് എല്ലാവരും ആ കാലത്ത് സംഗീതം പഠിക്കാനൊക്കെ പോയി തുടങ്ങിയത്. ഞാനൊക്കെ അങ്ങനെ അക്കാഡമിയിൽ പോയി, മ്യൂസിക് കോളേജിൽ പോയി ചേർന്നു. പിന്നെ അവിടെ വന്നവരെല്ലാവരും ഇതേപോലെ ദാസേട്ടൻ്റെ സംഗീതം സിനിമയിലൂടെ കേട്ടിട്ട് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടാണ് അവർ പഠിക്കാമെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ആദ്യകാലത്തൊന്നും പിള്ളേരുണ്ടായിരുന്നില്ല സംഗീത കോളേജിൽ. ഈ ശങ്കരാഭരണം സിനിമയും അതേപോലെ ദാസേട്ടൻ്റെ പാട്ട് ഇതൊക്കെ കൂടി ആയി കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടുതൽ ആൾക്കാർ അത് ശാസ്ത്രീയ സംഗീതത്തിലേക്ക് വന്നു. ആകാശവാണിയുടെ ഒരു കാര്യം എടുത്താൽ തന്നെ മറ്റ് ഒരു മാധ്യമ സ്ഥാപനവും കൊടുക്കുന്നതിനേക്കാൾ ഒത്തിരി പ്രാധാന്യം ശാസ്ത്രീയ സംഗീതത്തിന് പണ്ട് തൊട്ടേ കൊടുത്തു വന്ന ഒരു സ്ഥാപനമാണ് ആകാശവാണി. തുടക്കത്തിൽ ഇതിൽ ആകാശവാണിയിൽ ചലച്ചിത്ര ഗാനങ്ങൾക്ക് ചെറിയൊരു നിരോധനം ഉണ്ടായിരുന്ന ഒരു ചെറിയ കാലയളവ് വരെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ശാസ്ത്രീയ സംഗീതം മാത്രം കൊടുത്താൽ മതി, കാരണം ആളുകളിലേക്ക് ഇത് എത്തിക്കാനും ഏതോ ചില ഉന്നത സഭകളിൽ മാത്രം ഒതുങ്ങിയിരുന്ന ശാസ്ത്രീയ സംഗീതം കൂടുതൽ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആകാശവാണി ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ സാറ് പറഞ്ഞതുപോലെ ചിലപ്പോൾ ആളുകൾക്ക് സിനിമാ ഗാനം വരെയും പ്രിയം, പക്ഷേ ശാസ്ത്രീയ സംഗീതം ഇങ്ങനെ കേൾപ്പിച്ച് പതുക്കെ ആളുകൾ ഇതിൻ്റെ താളം എന്താണ്, കാലം എന്താണെന്നൊക്കെ, രാഗത്തിൻ്റെ പേരെന്താണെന്നൊക്കെ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ തന്നെ അങ്ങനെയായിരുന്നല്ലോ.
പഠിച്ചതല്ലോ, അങ്ങനെയാണ് പഠിച്ചതല്ലോ. ശാസ്ത്രീയ സംഗീതത്തിന് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് അതിന് ആകാശവാണി വളരെയധികം ശ്രമിച്ചിട്ടുണ്ട്. അതിന് യാതൊരു സംശയമില്ല. ആകാശവാണിയിലൂടെ ശാസ്ത്രീയ സംഗീതത്തിലെ കച്ചേരികളൊക്കെ വരുമ്പോൾ നല്ല നല്ല കച്ചേരി വരുമ്പോൾ ആൾക്കാർ അത് കേൾക്കുന്നുണ്ടായിരുന്നു. സാറിനൊരു ഓർമ്മ എന്താ ആകാശവാണി അന്ന് ഇങ്ങനെ ഏലൂര് കുട്ടിക്കാലത്ത് സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു ഇങ്ങനെ കേട്ടു വരുന്നു എന്ന്? അപ്പോൾ ഒരു ആകാശവാണിയിലെ പാട്ടുകളോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ സാറിന് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? ആകാശവാണി വയലും വീടും പരിപാടി എന്നും മനസ്സിൽ നിൽക്കുന്നതാണ്. പിന്നെ നാടകങ്ങൾ ഉണ്ടാകാറുണ്ട് ആകാശവാണിയിൽ. അതേപോലെ രഞ്ജിനി, ചലച്ചിത്ര ഗാനങ്ങൾ. ഈ സമയമൊക്കെ ആൾക്കാർ അവരെ ജോലിയൊക്കെ കിടന്ന് ഈ പാട്ട് കേൾക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. അതൊരു നമുക്ക് എന്നും അത് നമ്മളുടെ ഓർമ്മയിൽ ഇങ്ങനെ പുഷ്കലമായിക്കൊണ്ടിരുന്നു. അന്നത്തെ ഒരു പാട്ട് കേട്ടിട്ട് ഈ പാട്ട് വീണ്ടും കേൾക്കാനായി റേഡിയോയിലൊക്കെ കാതോർത്തിരുന്ന ഒരു പാട്ട് ചോദിച്ചാൽ? അന്ന് നമ്മൾ കൂടുതലും നമുക്ക് സ്വാധീനിച്ചിരുന്നത് ഇങ്ങനെ അടുത്ത വീട്ടിലെ ഒരു റേഡിയോ ഉള്ളത്. അപ്പോൾ അവിടെ ഇങ്ങനെ ഈ ചലച്ചിത്ര ഗാനത്തിൻ്റെ സമയമാകുമ്പോൾ ഞങ്ങൾ കൊച്ചുകുട്ടികൾ അവിടെ ആ വീടിൻ്റെ അടുത്ത് പോയി നിൽക്കും. അടുത്ത് പോയി നിന്നിട്ട് ആ പാട്ട്, അന്ന് വീടുകൾക്ക് വേലികളൊന്നുമില്ല, വേലിയും മതിലൊന്നുമില്ല, ആരുടെ വീട്ടിൽ എപ്പോഴും കയറി ചെല്ലാം നമുക്ക്. അപ്പോൾ അവിടെ ചെന്ന് ഇങ്ങനെ ആ വീടിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഒരു പാട്ട് വരും. അത് മനസ്സിലേക്ക് അന്ന് വളരെ ചെറുപ്പത്തിൽ കേട്ടുകൊണ്ടിരുന്ന പാട്ട് ഇതാണ്. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. ദാസേട്ടൻ പാടിയ ആ പാട്ടുകളൊക്കെ നമ്മൾ ഇന്നും അന്ന് ചെറുപ്പത്തിലെ ആ കേട്ട ആ ഓർമ്മകൾ ഇന്നും ഉണ്ടത്. നമുക്ക് എന്തായാലും സാറിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഉപകരണമായ സിത്താറിൽ ഒന്ന് കേട്ട് തന്നെ നമുക്ക് ആ പാട്ടിലേക്ക് പോകാം. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. അപ്പോൾ സാധാരണ ജനങ്ങൾ ഒരു സംഗീതം ആസ്വദിക്കുന്ന പോലെ ആയിരിക്കില്ല ഇത് ശാസ്ത്രീയമായി പഠിച്ച താങ്കൾ ഇത് ആസ്വദിക്കുക. അപ്പോൾ ഒരു സിനിമാ ഗാനം കേൾക്കുമ്പോൾ സാറിൻ്റെ മനസ്സിൽ എന്തൊക്കെയാണ് പോകുന്നത്? അദ്ദേഹത്തിൻ്റെ ഭാവം, രാഗം, അല്ലെങ്കിൽ ഈ വരികളുടെ ഭംഗി, എങ്ങനെയാണ് സാർ ഒരു പാട്ട് ആസ്വദിക്കുന്നത്? എല്ലാ മനുഷ്യനും ആദ്യം അതിൻ്റെ സംഗീതമാണ് മനസ്സിലേക്ക് കയറുന്നത്. അപ്പോൾ സംഗീത സംവിധായകരെയാണ് ഏറ്റവും നമ്മൾ സ്തുതിക്കേണ്ടത്. അവർ നല്ലൊരു രാഗം സെലക്ട് ചെയ്ത് തന്ന് വളരെ ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നു അവർക്ക്. പഴയ സംഗീതം ചെയ്യുന്നവർ അവരെല്ലാം ഒരു പാട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വേർഡ്സ് നന്നായിരിക്കുമല്ലോ. അന്ന് വയലാർ സാറും അതേപോലെ ONV കുറുപ്പ് സാറും പി ഭാസ്കരൻ സാറ്, ശിവകുമാരൻ തമ്പി സാർ, ഇവരൊക്കെ എഴുതണമെന്ന് പറഞ്ഞാൽ വളരെ ഭാവന അവർക്ക്. ആ പാട്ടിൽ നമുക്ക് വരികൾ കേട്ടാൽ നമുക്ക് തന്നെ പാടാൻ തോന്നും. അപ്പോൾ അങ്ങനെയുള്ള വരി കൊടുക്കുമ്പോൾ അവർ അതേപോലെ വളരെ ചിട്ടയോട് കൂടിയാണ് അവർ ട്യൂൺ ചെയ്യാനിരിക്കുന്നത്. ഹാർമോണിയം വെച്ചിട്ടാണ് ട്യൂൺ ചെയ്യുന്ന പഴയ ആൾക്കാരെല്ലാം. ആദ്യമേ അവർ രാഗം സെലക്ട് ചെയ്യും. അത് സിറ്റുവേഷനൊക്കെ അറിഞ്ഞിട്ട് അവർ രാഗം സെലക്ട് ചെയ്തിട്ട് ആ രാഗത്തിലാണ് ആ പാട്ട് ചെയ്യുന്നത്. ഇപ്പം ദക്ഷിണാമൂർത്തി സ്വാമി ആയാലും ദേവരായൻ സാർ, ഇവരെല്ലാം ഏതെങ്കിലും ഒരു രാഗത്തിൽ ചിട്ടപ്പെടുത്തിയിട്ട് ആ പാട്ട് വളരെ മനോഹരമായിരിക്കും കേൾക്കണം. അപ്പം നമുക്ക് ഇപ്പോഴാണ് അത് കഴിഞ്ഞ് നമ്മൾ പഠിക്കാനൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ മ്യൂസിക് കോളേജിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് ഓരോ പാട്ട് കേൾക്കുമ്പോൾ അതിൻ്റെ രാഗം അറിയാൻ പറ്റും. അപ്പോൾ കൂടുതലും നമ്മൾക്ക് അതിലേക്ക് നമ്മൾ ആസ്വദിക്കും. ആസ്വാദകർ അങ്ങനെയാണ് ഉണ്ടാകുന്നത്. രാഗമാണ് എല്ലാത്തിൻ്റെയും ബേസ്. ഇപ്പോൾ ഈ പാട്ട് തന്നെ ഇപ്പോൾ പറഞ്ഞ് ഇന്നലെ മയങ്ങുമ്പോൾ തന്നെ എടുത്താൽ അതിൽ എന്ത് രാഗമാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ആക്ച്വലി അത് യമുന കല്യാണി എന്ന് പറഞ്ഞ രാഗമാണ്. അത് ഈ യമുന കല്യാണി എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യൻ കർണാട്ടിക് മ്യൂസിക്കിൻ്റെ രാഗമാണത്. കർണാടക സംഗീതം. കർണാടക സംഗീതമാണ്. ആക്ച്വലി കർണാടക സംഗീതത്തിൻ്റെ രാഗമാണ് യമുന കല്യാണി. അത് കല്യാണി രാഗത്തിൻ്റെ ജന്യരാഗം. ഈ കല്യാണി രാഗത്തിൻ്റെ ഒരു 65ാമത് മേളകർത്ത രാഗമാണ് കല്യാണി. ഈ കല്യാണിക്ക് ഒരു 35 ജന്യരാഗമുണ്ട്. അതിലൊന്നാണ്
ഈ യമുന കല്യാണി. ജന്യരാഗം എന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്ന്? ജന്യരാഗം എന്ന് പറഞ്ഞാൽ മേളകർത്താ രാഗത്തിൽ നിന്ന് ജനിക്കുന്ന രാഗങ്ങളെ ജന്യരാഗങ്ങൾ എന്ന് പറയും. മേളകർത്താ രാഗങ്ങൾ 72 ഉണ്ട്. അതായത് പ്രധാന രാഗങ്ങൾ. പ്രധാന രാഗങ്ങൾ 72, 72 സ്കെയിൽസ് ഇൻ ഇന്ത്യൻ കർണാട്ടിക് മ്യൂസിക്. ഓ ശരി. 72 സ്കെയിലാണ് അത്. അപ്പോൾ ഇപ്പം വെസ്റ്റേൺ മ്യൂസിക്കിൽ 20 സ്കെയിലുള്ളൂ. ആ 20 സ്കെയിലിൽ അവർ 20 സ്കെയിൽ പാടുന്നില്ല. അവർ ഒരു മേജർ സ്കെയിൽ, ഒരു മൈനർ സ്കെയിൽ മാത്രം പാടുന്നുള്ളൂ. 2, 3, 4, 5 അതിൽ കൂടുതൽ അവർ പാടുന്നില്ല. അവർക്ക് ആകെ ടോട്ടൽ 20 സ്കെയിലുള്ള 20 പാടുന്നില്ല. നമ്മളതല്ല, ഇന്ത്യൻ കർണാട്ടിക് മ്യൂസിക്കിനാണ് 72 സ്കെയിലുള്ളത്. അതിൻ്റെ ജന്യരാഗങ്ങളെല്ലാം കൂടുമ്പോൾ ലക്ഷക്കണക്കിന് രാഗങ്ങളാണ് നമുക്കുള്ളത്. സാധാരണ ഇപ്പം ഞങ്ങൾക്ക് സംഗീതത്തിൽ അത്ര അറിവില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ശുദ്ധമധ്യം എന്താണ് എന്നൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഒരു സിനിമാ ഗാനത്തിലൂടെ തന്നെ വന്ന് ഗമദനി സാനിദ പമഗരി സ, അത് ശങ്കരാഭരണ രാഗം. അപ്പോൾ ഇനി അത് യമുന കല്യാണി ആകുന്നതെന്ന് പറഞ്ഞാൽ സരിഗ മാ ചേഞ്ച് ചെയ്യാനുണ്ടോ? മാ അല്പം സരിഗമ പദനി സാനിദ പമഗരി സരിഗമ, ശുദ്ധമധ്യമാണ് അത് പോകുന്നത്. മാഗരി സ, ഇതാണ് യമുന കല്യാണി ആണോ. അപ്പോൾ 2 മധ്യമത്തിൻ്റെ പ്രയോഗമാണ് മനോഹരമാക്കുന്നത് യമുന കല്യാണി രാഗത്തെ. ഇതിലുള്ള 2 പാട്ടുകളും കൂടെ പറയാമോ? യമുന കല്യാണി രാഗങ്ങൾ. യമുന കല്യാണി രാഗത്തിൽ വളരെയധികം പാട്ടുണ്ട്. അതിലിപ്പോൾ നമ്മൾ ബാബുക്ക ചെയ്ത പാട്ടാണ് നമ്മൾ ഇന്നലെ മയങ്ങുമ്പോൾ എന്നുള്ള പാട്ട്. അതുപോലെ ബാബുക്ക തന്നെ ചെയ്ത പാട്ടുണ്ട്, ചന്ദ്രബിംബം നെഞ്ചിലേറ്റും പുള്ളിമാനെ എന്നുള്ള പാട്ടുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ നമുക്കുണ്ട് ബാബുക്ക തന്നെ ചെയ്ത പാട്ടുണ്ട്, അനുരാഗ ഗാനം പോലെ എന്നുള്ള അതിമനോഹരമായിട്ടുള്ള ഗാനം ജയേന്ദ്രൻ സാർ പാടിയിരിക്കുന്നത് യമുന കല്യാണി രാഗം. നമുക്ക് ആ പാട്ടൊന്ന് ഓടക്കുഴലിലൊന്ന് കേട്ടിട്ട് നമുക്ക് ആ പാട്ടിലേക്കൊന്ന് പോകാം. നമ്മൾ സംഗീതത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ സംസാരിച്ചു. അപ്പോൾ ഈ RLV കോളേജിലാണ് താങ്കൾ ഗാനഭൂഷണമൊക്കെ പഠിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞിട്ട് ഗാനഭൂഷണത്തിലേക്കുള്ള ഒരു പോക്ക്? അപ്പോൾ ഇത് വീട്ടിലൊക്കെ പറയണമല്ലോ, അതായത് എനിക്ക് സംഗീതമാണ് ഇനി മുന്നോട്ട് താല്പര്യം എന്നൊക്കെ പറയുമ്പോൾ വീട്ടിലെങ്ങനെയായിരുന്നു പ്രതികരണമൊക്കെ? വീട്ടിൽ എല്ലാവർക്കും സന്തോഷമായിരുന്നു. ഫാദറും മദറൊക്കെ വളരെ താല്പര്യമായിരുന്നു. അക്കാഡമിയിൽ പോയി മ്യൂസിക് പഠിച്ച് നല്ലൊരു പാട്ടുകാരനാകുക എന്നുള്ള ഒരു വിശ്വാസത്തോടെയും ആണ് അവരെന്നെ അയച്ചത്. അന്ന് ആരൊക്കെയായിരുന്നു RLVയിലെ സഹപാഠികൾ? RLVയിലെ ദാസേട്ടനെ പഠിപ്പിച്ച ടീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു. മൊയ്തീൻ മാഷ് ഉണ്ടായിരുന്നു, അത് ദാസേട്ടനെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. പിന്നെ അമ്പലപ്പുഴ തുളസി ടീച്ചർ, അവർ റേഡിയോ സ്റ്റേഷനിലൊക്കെ പാടിയിരുന്നതാണ്. അവരെല്ലാം എന്നെ പഠിപ്പിച്ച ടീച്ചറാണ്. പിന്നെ ടീച്ചേഴ്സൊക്കെ വളരെ സ്നേഹത്തോടെയും, പിന്നെ സംഗീതമല്ലേ, അത് ഈശ്വര ഭാഷയല്ലേ, അപ്പോൾ അത് അത്രയും അതിൽ അവർ ഉൾക്കൊണ്ടാണ് നമ്മളെ പഠിപ്പിച്ചിരുന്നത്. ഡെഡിക്കേഷനിലൂടെയാണ്. ഒരു സാധാരണ ഒരു കോളേജ് ജീവിതം പോലെ അല്ലല്ലോ, അതായത് ലാബുകളും പ്രൊജക്ട് റിപ്പോർട്ടുകളും ഒന്നും ഇല്ലാതെ ഇത് സംഗീതത്തിന് പഠിക്കുമ്പോൾ വേറെ രീതിയിലായിരിക്കും. അപ്പോൾ ആ കാലഘട്ടം എങ്ങനെയായിരുന്നു കോളേജിൽ? അത് കോളേജ് പോലെ ആയിരുന്നില്ല. ഞങ്ങളെല്ലാവരും ഈ താഴെ ഇരുന്നല്ല അത് പഠിക്കുന്നത്. ബെഞ്ചും ഡെസ്കും അല്ല, താഴെ ഇങ്ങനെ ചൗക്കാളം ഇട്ടിട്ട് ഇങ്ങനെ അതിൽ ഇരുന്നാണ് ഞങ്ങൾ പാടിയിരുന്നത്. അവരൊക്കെ ഒരുമിച്ച് ഇങ്ങനെ ഇരുന്ന് ഞങ്ങളൊരു കുടുംബം പോലെ പാട്ട് പാടുക, വീണ വായിക്കുമായിരുന്നു. പിന്നെ വയലിനുള്ളവർക്ക് വയലിൻ വായിക്കാം, ഇഷ്ടമുള്ളവർക്ക്. അങ്ങനെയൊക്കെ ഒരു കുടുംബം പോലെ അത് അവിടെ കോളേജിൻ്റെ ലൈഫായിരുന്നില്ല, ഒരു കുടുംബത്തിൻ്റെ ലൈഫായിരുന്നു. മാത്രമല്ല നമുക്ക് ഇൻസ്ട്രുമെൻറ്റ്സ് അവിടെ വീണ ഉണ്ടായിരുന്നു പഠിക്കാൻ, സബ്. അപ്പോൾ അങ്ങനെ വളരെ ഒരു നല്ലൊരു അവസരം കിട്ടിയിരുന്നു നമുക്ക്. നല്ലൊരു ഓർമ്മകളാണ് അവിടുത്തെ. ഇപ്പോഴും അവർ അന്ന് പഠിച്ചതിൽ ഒരാൾ അവിടുത്തെ തന്നെ മ്യൂസിക് കോളേജിൽ തന്നെ പ്രൊഫസറായി നമ്മുടെ ക്ലാസ്സിൽ പഠിച്ച ഒരാൾ. അവരിന്നും വരും വീട്ടിൽ. 50 കൊല്ലം മുമ്പ് പഠിച്ച കുട്ടികൾ ഇന്നും വീട്ടിൽ വന്ന് ഞങ്ങൾ പാടാറുണ്ട്. ഇന്നും ഞങ്ങൾ ആഴ്ചയിൽ ഒരു 2-3 ദിവസം ഞങ്ങൾ വിളിച്ചിട്ട് അത് ഓൺലൈനിൽ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്ന് 1 മണിക്കൂർ പാടിയിരുന്നത് ഇന്ന് ഞങ്ങൾ 1 മണിക്കൂർ പാടും. നമുക്ക് ആ കൂട്ടായ്മ, ആ സൗഹൃദത്തിനെയൊക്കെ ഓർമ്മിക്കാനായി നമുക്ക് ഒരു പാട്ടിലേക്ക് കൂടി പോകാം.
അപ്പോൾ താങ്കൾ സാക്സഫോണും വായിക്കും എന്ന് അറിഞ്ഞു. അപ്പോൾ നമുക്ക് ആ സാക്സഫോൺ ഉപയോഗിച്ചൊരു പാട്ട് കേട്ടിട്ട് അത് സാറിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയാമോ? ശങ്കരാഭരണ രാഗത്തിലെ ഒരു പാട്ടാണ് അത്. നീ മധുമകുരു എന്നുള്ള ഒരു ഗാനം മൂടൽമഞ്ഞ് എന്നുള്ള ചിത്രത്തിലെ. നമുക്കെന്തായാലും ആ ഒരു പാട്ടിന് ശേഷം തിരിച്ചു വരാം. ഇപ്പോൾ സാക്സഫോൺ എന്ന് പറയുന്നത് ഒരു പാശ്ചാത്യ സംഗീതോപകരണമാണ്, വിദേശത്ത് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിൽ നമുക്ക് മലയാളം പാട്ടുകളൊക്കെ വളരെ സുഗമമായി പാടാൻ പറ്റുന്നുണ്ടല്ലോ, വായിക്കാം. അത് ഇപ്പോൾ വയലിൻ തന്നെ അതും ഇതൊരു വിദേശത്ത് നിന്നുള്ള ഒരു ഇറക്കുമതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ സംഗീത കച്ചേരികളിലൊക്കെ ഒരു അവിഭാജ്യ ഘടകമായി മാറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഈ ഇന്ത്യൻ കർണാടക സംഗീതത്തിന് വഴങ്ങും എന്ന് സാർ ഇടയ്ക്കൊന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതെന്താ അങ്ങനെ? അത് ഇന്ത്യൻ കർണാട്ടിക് മ്യൂസിക് എല്ലാ സംഗീതത്തിൻ്റെയും ബേസാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് ആദിമകാലം, ഈ സംഗീതത്തിൻ്റെ കാലം എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് വർഷം മുമ്പ് പറയാൻ പറ്റില്ല. ഇപ്പോൾ മോഹനരാഗം തന്നെ എടുത്താൽ മോഹനരാഗത്തിന് കോടിക്കണക്കിന് പഴക്കമുണ്ട്, അന്നുള്ള രാഗമാണ് അത്. ഇന്ന് ഒരാൾ മോഹനരാഗത്തിൽ ട്യൂൺ ചെയ്താൽ ഹിറ്റ് പാട്ടായിരിക്കും. ഈ രാഗങ്ങളെല്ലാം കണ്ടുപിടിച്ചത് മഹർഷിമാരാണ്. മനുഷ്യ നന്മയ്ക്കായി, സർവ ജനങ്ങൾക്കും ഉപകാരമായി സകല രാഗങ്ങളെയും അവർ കണ്ടുപിടിച്ചു. ആര്? ഈ ക്രാന്തപ്രജ്ഞനായ മഹർഷിമാരെ. അപ്പോൾ ഈ എക്സാമ്പിൾ പറയുമ്പോൾ മ്യൂസിക്കൽ നൊട്ടേഷൻ ഇൻ ഫ്രഞ്ച് എന്നുള്ള ബുക്കിൽ നമുക്ക് കാണാം. പൈതഗോറസ് കെയിം ഇന്ത്യ ടുക്ക് മ്യൂസിക് ഇവൻ ടു ഗ്രീക്ക് സ്പ്രെഡ് ഇറ്റ്. പൈതഗോറസ് ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് പഠിച്ചിട്ട് പോയ രാഗം ഏതാണെന്ന് നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി. ഏത് രാഗമായിരിക്കും ഈ പൈതഗോറസ് പഠിച്ചതെന്ന്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായി പൈതഗോറസ് ഇവിടുന്ന് പഠിച്ചിട്ട് പോയത് ശങ്കരാഭരണ രാഗമാണ്. കാരണം എന്താ വെച്ചാൽ വേൾഡ് മുഴുവൻ ശങ്കരാഭരണ രാഗം, യൂറോപ്യൻ കൺട്രീസിലൊക്കെ ബേസ് ശങ്കരാഭരണ രാഗമാണ്. അത് ഇവിടെ നിന്ന് പഠിച്ചിട്ട് പോയതാണ് ശങ്കരാഭരണ. അതാണ് മേജർ സ്കെയിൽ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ പാട്ടെന്ന് പറഞ്ഞാൽ ബോണിയമിലെ ബൈ ദ റിവേഴ്സ് ഓഫ് ബാബിലോൺ, ടൈറ്റാനിക്കിലെ എവറി നൈറ്റ് ഇൻ മൈ, ആ പാട്ടെല്ലാം ശങ്കരാഭരണം. അത് നമ്മളുടെ ഈ സ്വരങ്ങളായി പാടുന്നത് സ സ സ സ നീ സ സ നീ സ സരിഗ, അത് തന്നെ ശങ്കരാഭരണ രാഗമാണ് ഈ പാടുന്നത്. അവൾ നമ്മളത് പാടുമ്പോൾ ക്ലാസിക്കലിൽ പാടുമ്പോൾ സ സ സ സ നേ സ നേ സ നേ സ സരി ഗ ഗ ഗ ഗ ഗ ഗ ഗ ഗ ഗമ ഗമ ഗ ഗമ ഗ ഗമ ഗമ ഗ രി സ, നമ്മളങ്ങനെ പാടും. അത് നമ്മൾ ആ രാഗത്തിൽ പാടും. അവർ അത് പ്ലെയിനായിട്ട് പാടുമ്പോൾ അവർക്ക് അതാ ഇഷ്ടം, ഗമകമില്ലാതെ. അപ്പം അവരെ ഇവിടെ നിന്ന് നമ്മളുടെ ഈ ഇന്ത്യയിൽ നിന്ന് അത് പഠിച്ചിട്ട് അന്ന് പഠിച്ചിട്ട് പോയതാണ് ഈ സംഗീതം. സംഗീതം മാത്രമല്ല കേട്ടോ, അവർ കണക്കുമൊക്കെ ഇവിടെ നിന്നാണ് പഠിച്ചിട്ട് പോയത്. എന്തായാലും നമ്മൾ നമ്മുടെ സംഗീതത്തിൻ്റെ സംസ്കാരം ഇന്ത്യയിൽ എത്രമാത്രം പണ്ടുമുട്ടുള്ളതായിരുന്നു എന്ന് പറഞ്ഞു തരികയാണല്ലോ. അപ്പോൾ നമുക്ക് അതിനെ തുടർന്ന് ഒരു പാട്ടിലേക്ക് പോവാം. നമുക്കിനി ഈ ബാബുക്കടൻ ഒരു പാട്ടിലേക്ക് പോവാം. കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകൾ എന്തിനു വേറെ. അത് യമുന കല്യാണിയിലെ ഒരു നല്ലൊരു പാട്ടാണ്. താങ്കൾ പഠനശേഷം പിന്നെ ദീർഘകാലം ഒരു സംഗീത അധ്യാപകനായി ജോലി ചെയ്തു വരികയായിരുന്നു. അപ്പോൾ ജോലിയിലേക്കുള്ള പ്രവേശനമൊക്കെ എപ്പോഴായിരുന്നു? 1983 ഞാൻ ജോലിയിൽ പ്രവേശിക്കുന്നത്. സെയിൻറ്റ് റീസാസ് ഹൈസ്കൂൾ പൊന്നുരുന്നി തമ്മനം, അവിടെയാണ് മ്യൂസിക് അധ്യാപകനായിട്ട് ജോലിയിൽ പ്രവേശിക്കുന്നത്. അവിടെ കുട്ടികളെല്ലാം അന്ന് ആ കാലത്തൊക്കെ ഇവിടെ റേഡിയോ സ്റ്റേഷനിലൊക്കെ പിള്ളേരെ കൊണ്ട് പാടാനൊക്കെ വന്നിട്ടുണ്ട്. പാട്ട് എഴുതും, സംഗീതം ചെയ്യും. അപ്പോൾ പിള്ളേരെ കൊണ്ട് പാടിക്കും. ഞാൻ സ്വന്തമായിട്ട് എഴുതുന്ന പാട്ട് തന്നെയാണ്. ലളിതഗാനത്തിനൊക്കെ പ്രൈസുകൾ കിട്ടാറുണ്ട്. അതേപോലെ ക്ലാസിക്കൽ മ്യൂസിക്കിനും ഞാൻ തന്നെ കൃതികൾ എഴുതാറുണ്ട്. കൃതികൾ ഞാൻ കുറേ എഴുതിയിട്ടുണ്ട്. അത് ചെമ്പൈ സംഗീതോത്സവത്തിലൊക്കെ നമ്മൾ സ്വന്തം കൃതികളാണ് പാടാറുള്ളത്. എല്ലാ സ്ഥലത്തും സ്വന്തം കൃതികൾ തന്നെ മിക്കതും പാടുന്നത്. ഇപ്പം മകനിപ്പോൾ ഓടക്കുഴൽ വായിച്ച് സ്റ്റേറ്റിലൊക്കെ എ ഗ്രേഡ് കിട്ടിയത് സ്വന്തം കൃതി തന്നെയാണ്. ഏതെങ്കിലും ഒന്ന് പാടാമോ? അതിപ്പോൾ നമ്മളൊരു കൃതി എഴുതുമ്പോൾ ആ കൃതി വെറുതെ ഒരു സ്തുതി മാത്രമല്ല ഞാൻ എഴുതുന്നത്, അതിൽ കഥയുണ്ടാവും. അതെന്തെങ്കിലും അതിലൊരു ബേസ് ഉണ്ടാവും. അത് കേൾക്കുന്നവർക്ക് അതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാൻ വേണം. അങ്ങനെ ഒരു എനിക്ക് ഇതുണ്ട്. അപ്പോൾ ഇപ്പം ഒരു കൃതി ഞാൻ പാടാം. ഖരഖരപ്രിയ രാഗത്തിലാണ് ഞാൻ എഴുതിയതൊരു പാട്ടാണ്. അത് സീതയെക്കുറിച്ചാണ്. സീത എനിക്ക് ഇഷ്ടമുള്ള ഒരു കഥാപാത്രമാണ്. സീത, ഗാന്ധാരി, ഊർമിള, ഇവരെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ കൂടുതലും വിഷ്ണു, അതേപോലെ തന്നെ പരമശിവൻ, സരസ്വതി ദേവി, ലക്ഷ്മി ദേവി, പാർവതി, ഇവരെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ സീതയെക്കുറിച്ചുള്ള ഗാനമാണ്. ഖരഖരപ്രിയ രാഗത്തിലാണ്. സരിഗമ പദനി സാസനി ദപ മഗരി സ ഖരഖരപ്രിയേ സീതമ്മ
വരദേ മിഥിലാപുരിയുടെ ഓമനേ ഘര ഘര പ്രിയേ സീതമ്മ വരദേ മിഥിലാപുരിയുടെ ഓമനേ. ഇതാണ് പല്ലവി. അപ്പോൾ ഘരഘരപ്രിയേ രാഗത്തിൻ്റെ പേരാ, അത് സീതയ്ക്ക് ഇട്ടേക്കാണ്. ഘരഘരപ്രിയേ സീതമ്മേ വരദേ വരം നൽകുന്നവളെ മിഥിലാപുരിയുടെ ഓമനെ. മിഥിലാപുരിയിൽ ഓമനയായിരുന്നു ആര്? ഈ സീത. അതുപോലെ അതിൻ്റെ അനുപല്ലവിയിലേക്ക് പോകുമ്പോൾ അനുപല്ലവി ശൈവചാപം കൊണ്ട് പൂക്കളിറുത്ത് ജനകപിതാവിന് ആനന്ദമേകി. ശൈവചാപം കൊണ്ട് പൂക്കളിറുത്ത് ജനക പിതാവിനു ആനന്ദമേകി. ശൈവജാവ വില്ലാണ്. ത്രയംബകം രാമനെടുത്ത് കുലച്ച വില്ലാണ്. അതിലവിടെ സ്റ്റോറി ഉണ്ട്, അത് പഠിക്കാൻ വേണ്ടിയാണ് അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഞാൻ രാമന് മാത്രം കുലയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ശൈവജാവത്തിൻ്റെ പിന്നിൽ ഇഷ്ടംപോലെ കഥകളുണ്ട്. ശൈവജാവം ആര് കൊടുത്തു, എവിടെ നിന്ന് കിട്ടി? പരമശിവൻ ത്രിപുര യുദ്ധത്തിന് ഉപയോഗിച്ചതാണ് ഈ വില്ല്. അതിൽ ജനക മഹാരാജാവ് പരമശിവനെ സഹായിച്ചു ഈ യുദ്ധത്തിൽ. അപ്പോൾ ആ യുദ്ധം ജയിച്ചു കഴിഞ്ഞപ്പോൾ ആ സന്തോഷത്തിൽ ഈ വില്ല് ജനക മഹാരാജാവിന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് മഹാരാജാവിന് കൊടുത്തു. അദ്ദേഹം അത് വീട്ടിൽ പൂജാമുറിയിൽ കൊണ്ട് വെച്ചിരിക്കുകയാണ്. അപ്പം അവിടെയാണ് അങ്ങനെ. പിന്നെ സീതനെ കിട്ടി. സീതയ്ക്ക് ഇഷ്ടംപോലെ കഥകളുണ്ട്. അതെല്ലാം ഇതിൽ ഞാൻ പറഞ്ഞു കൊടുക്കും. ഈ കുട്ടികൾക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും, ഈ കഥ ഇതാണ്, എല്ലാം ഇഷ്ടംപോലെ കഥകളുണ്ട് അതിൽ. അപ്പോൾ ഈ വില്ല് രാമനെ എടുക്കാൻ പറ്റുള്ളൂ, രാമനെ എടുക്കാൻ വരുന്നത്. പക്ഷേ സീതയ്ക്ക് എടുക്കാം. സീത ലക്ഷ്മി ദേവിയാണ്, ദേവിയാണല്ലോ, ദൈവമാണല്ലോ. അപ്പോൾ ദൈവത്തിന് എടുക്കാമല്ലോ. അത് ജനക മഹാരാജാവിന് അറിയില്ലായിരുന്നു, എന്തോ കഴിവൊക്കെ ഉണ്ടെന്ന് അറിയാമായിരുന്നു. പക്ഷേ കൂട്ടുകാർ വന്ന് പൂ പറിക്കാൻ പറ്റുന്നില്ല മരത്തിൻ്റെ മുകളിൽ നിന്ന്, മുകളിലാണ് പൂ നിൽക്കുന്നത്, അത് പറിക്കാൻ പറ്റുന്നില്ല എന്ന് സീതയോട് വന്ന് പറയും. സീത വേഗം തന്നെ അത്രയുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ആ വില്ലിങ്ങോട്ട് വെറുതെ പുഷ്പം പോലെ ആ വില്ലെടുത്തോണ്ട് വരും. ഇത് കാണുമ്പോൾ ജനക മഹാരാജാവ് പെട്ടെന്ന് ആദ്യം പേടിക്കും, പിന്നെ സന്തോഷമുണ്ട് പുള്ളിക്കേട്ടാണ് ഇത് എടുത്തല്ല അത്. അപ്പോൾ ഇത് ശരിക്കും ദേവി തന്നെയാണ് എന്തോ അങ്ങനെ സന്തോഷം. അതാണ് ആ വരിയിൽ എഴുതിയിരിക്കുന്നത്. ആ ഒരു കഥ എല്ലാവരും പഠിക്കാൻ വേണ്ടി പിള്ളേർക്കൊക്കെ പറഞ്ഞു കൊടുക്കും. ഈ കീർത്തനം പഠിപ്പിക്കുമ്പോൾ ഇതാണ് ഇതിൻ്റെ കഥ. പിന്നെ ഒത്തിരി കഥകളുണ്ട് അതിൽ. സീത അവിടെ ഓമനയായിട്ട് വളരെയാണ്, നല്ല ചിട്ടയോടുകൂടി ഒരു അച്ഛനെ സ്നേഹിക്കുന്ന ഒരു മകള്, അതുപോലെ അച്ഛൻ്റെ വാത്സല്യം ഏറ്റുവാങ്ങുന്ന ഒരു മകള്, അതേപോലെ അച്ഛൻ പറയുന്നത് എന്തും കേൾക്കുന്ന ഒരു മകള്. ഒത്തിരിയുണ്ട്. അപ്പോൾ പിള്ളേർ എന്തോരം പഠിക്കും. പഠിക്കുന്ന പിള്ളേർ, സംഗീതം പഠിക്കുന്ന പിള്ളേർ സംഗീതം മാത്രമല്ല പഠിക്കുന്നത്, ഈ കഥയും പഠിക്കും. ജോർജ് സാറിന്റെ ക്ലാസ്സിലിരിക്കുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമായിരിക്കില്ലേ കഥയും പാട്ടും ഒക്കെ? ഞാൻ സംഗീതം പഠിക്കുമ്പോൾ അവർക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുക. ഒത്തിരി സമയം എടുത്താണ്. എത്ര വർഷം സാറ് അധ്യാപകനായിരുന്നു? ഞാൻ 28 വർഷം അധ്യാപകൻ. 30 വർഷത്തോളം അല്ലേ? അതെ, 29 വർഷത്തോളം. പിന്നെ സംഗീതം പഠിപ്പിക്കുന്ന പിള്ളേരെല്ലാം ഞാൻ ഈ കഥയൊക്കെ പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് അങ്ങനെ ഞാൻ എഴുതി വെക്കുള്ളൂ. ഒരു കീർത്തനം എഴുതുമ്പോൾ വെറുതെ എഴുതി വെക്കില്ല നമ്മൾ. അത് ആ കീർത്തനത്തിൻ്റെ അർത്ഥം, കഥകൾ രാമായണവും മഹാഭാരതമൊക്കെ വായിച്ച് നോക്കാറുണ്ട്, നമ്മൾ വായിക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് ഈ കഥകളെല്ലാം കിട്ടുന്നത്. വെറുതെ ഇരിക്കില്ല നമ്മൾ. ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഇതെല്ലാം പെടും നമ്മളുടെ. ആ സമയത്ത് നമ്മൾ വായനയും പ്രാക്ടീസും പാട്ട് പ്രാക്ടീസും ഇതെല്ലാം നടക്കും. അപ്പോൾ ഒത്തിരി നേരത്തെ എണീക്കും അല്ലേ? ഒരു ദിവസം എങ്ങനെയാണ് സാറിൻ്റെ? ഒരു ദിവസം ഒരു 4 മണിക്ക് എഴുന്നേക്കും വെളുപ്പിന്. 4 മണിക്ക് എഴുന്നേറ്റ് പിന്നെ പ്രാക്ടീസ്, പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പ്രാക്ടീസ്, പിന്നെ പ്രാർത്ഥന. ആദ്യം പ്രാർത്ഥനയാണ്. പ്രാർത്ഥന കഴിഞ്ഞിട്ട് വയലിൻ വായിച്ചിട്ട് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കൈയൊക്കെ ഇവിടെ ഇതാവും. അത് കഴിഞ്ഞ് ആ സെയിം ആ ഫിംഗർ ആ സ്ഥലത്ത് വെച്ച് തന്നെയാണ് നമ്മൾ സിത്താർ പ്രാക്ടീസ് ചെയ്യണം. അത് അവിടെ വെച്ച് തന്നെ ഗിറ്റാർ പ്രാക്ടീസ് ചെയ്യണം, ഇലക്ട്രിക് ഗിറ്റാർ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓടക്കുഴൽ, ഷഹനായി, സാക്സഫോൺ ഇതെല്ലാം ഇങ്ങനെ കുറച്ച് നേരം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പാട്ടും പ്രാക്ടീസ്, ഇതിൻ്റെ കൂടെ പാട്ടൊക്കെ പോകും. ഇതാണ് ഒരു നല്ലൊരു സുഖമാണത്. നമുക്ക് ആ സന്തോഷം അപ്പോൾ ഒന്ന് ഇരട്ടിക്കാം, ഒരു പാട്ട് കൂടി കേട്ടിട്ട് വരാം. അതെ അതെ. ഇനി നമുക്ക് ശിവനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമുക്ക് സത്യശിവ സൗന്ദര്യങ്ങൾ തൻ എന്നുള്ളൊരു പാട്ടുമില്ലേ, പൊൽത്തിങ്കൾ കലപ്പെട്ടു തൊട്ട്, കല്യാണി രാഗത്തിൽ ആ പാട്ട് തന്നെ ആകട്ടെ. അപ്പോൾ താങ്കളിങ്ങനെ ധാരാളം സംഗീതോപകരണങ്ങളുടെ പേര് പറഞ്ഞു. ഇത് കുറേയൊക്കെ നമുക്കിപ്പോൾ സ്റ്റുഡിയോയിലും കൊണ്ടുവന്ന ഏതാനും കുറേ സംഗീതോപകരണങ്ങൾ വായിച്ചു തരികയും ചെയ്തു. ഇതെല്ലാം എങ്ങനെയാണ് പഠിച്ചെടുക്കുക? ഒരു മനുഷ്യന് സാധാരണ ഒരു ഇൻസ്ട്രുമെൻ്റൊക്കെ ആണല്ലോ ഒരു ജീവിതത്തിൽ പഠിച്ചെടുക്കാറ്. ഇതിപ്പോൾ ഇത് ഏതാണ്ട് 10-15ഓളം സാർ കളക്ട് ചെയ്യുകയും സ്വന്തമായി പഠിച്ചെടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് അതിലൊരു ഇൻട്രസ്റ്റ് വന്നത്? റിട്ടയർമെൻറ്റ് കഴിഞ്ഞപ്പോൾ ഫ്രീ ആയി ഞാൻ.
അപ്പോൾ വെറുതെ എനിക്ക് സമയം കളയാൻ പറ്റില്ല എന്നൊരു ഇത്. അത് അവിടെ എല്ലാം ഈശ്വരൻ്റെ ഒരു നമുക്ക് അനുഗ്രഹം, ഒരു പവർ നമുക്ക് വരെയാണ്. ഈശ്വരൻ പറയുന്നതായിട്ട് നമുക്ക് തോന്നുകയാണ്, വെറുതെ ഇരിക്കരുത്. ഒരു ദിവസം 24 മണിക്കൂറുണ്ട്. 24 മണിക്കൂർ നമ്മൾ നീ എന്താണ് ഈ ചെയ്യണമെന്ന് എന്നോട് തന്നെ ചോദിക്കുകയാണ് നമ്മൾ. ഞാനൊരു 10 മണി കഴിയുമ്പോൾ കിടക്കുള്ളൂ. അപ്പോൾ 4 മണിക്ക് എഴുന്നേൽക്കും ഞാൻ. കറക്റ്റ് 4:30, 3:30, 4 അവിടെ എഴുന്നേറ്റ് ഞാൻ പിന്നെ ഇതാണ് ചെയ്യുന്നത്. ഇത് മാത്രമല്ല പിന്നെ ചെയ്യുന്നത്, ഇത് കഴിഞ്ഞാൽ പിന്നെ നേരെ അടുക്കളയിലേക്ക് വന്നിട്ട് അടുക്കളപ്പണിയും നമ്മുടെ വൈഫിനെ സഹായിക്കും. എന്നുവെച്ചാൽ വീട്ടിൽ പാചകം ചെയ്താൽ കൂടുതലും കഴിക്കുള്ളൂ, പുറത്തുനിന്ന് അങ്ങനെ കഴിക്കില്ല. ആഹാരം കഴിക്കുക പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്ന് അങ്ങനെ ഭക്ഷണമൊന്നും ഇല്ലാത്ത ആളാണ്. എല്ലാ ഭക്ഷണവും വീട്ടിൽ തന്നെ ഉണ്ടാക്കി. ഇതിൻ്റെ ഇടയിൽ എങ്ങനെയാണ് ഈ 15ഓളം ഇൻസ്ട്രുമെൻറ്റ് പഠിച്ചെടുത്തത്? പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് റിട്ടയർമെൻറ്റ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ സിത്താർ പഠിക്കണമെന്ന് തോന്നി, ഉടനെ സിത്താർ വാങ്ങിച്ചു. തുടക്കം സിത്താറിലായിരുന്നോ? തുടക്കം സിത്താറില്ല. അത് ആദ്യം പഠിച്ചത് ഓടക്കുഴലാണ്. ഓടക്കുഴൽ ചെറുപ്പത്തിൽ തുടങ്ങി ഇങ്ങനെ വായിച്ച് അക്കാഡമി കഴിഞ്ഞപ്പോൾ ആ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പഠിച്ചിട്ട് തന്നെ പഠിച്ചു. ഓടക്കുഴൽ വായിച്ച് പഠിച്ചു. RLVയിൽ വീണയുണ്ടായിരുന്നു. വീണ ഉണ്ടായിരുന്നു. അത് അങ്ങനെ വായിക്കാൻ ശരിക്കൊന്നും ടൈം കിട്ടില്ല, ഒരു അരമണിക്കൂറൊക്കെ കിട്ടുള്ളൂ. അത് ശരിക്കും പഠിക്കാൻ പറ്റില്ല. അത് അങ്ങനെ പഠിച്ചില്ല, വീണ കുറച്ചേ പഠിച്ചുള്ളൂ വീണ. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ നമ്മൾ ഓടക്കുഴൽ തന്നെ പഠിക്കണമെന്ന് തോന്നി ഓടക്കുഴൽ വാങ്ങിച്ച് തന്നെ ഇരുന്ന് വായിച്ച് പഠിച്ചിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ഓടക്കുഴൽ കഴിഞ്ഞപ്പോൾ എനിക്ക് റിട്ടയർഡായി. അത് കഴിഞ്ഞപ്പോൾ ഇരിക്കുമ്പോൾ നമുക്ക് സിത്താർ പഠിക്കണമെന്ന് സിത്താർ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇലക്ട്രിക് ഗിറ്റാർ കൊള്ളാം, യൂട്യൂബൊക്കെ കാണുമ്പോൾ നന്നായിട്ട് വായിക്കണം, എന്നാൽ അതൊന്ന് വായിച്ചേക്കാം. അത് പറഞ്ഞാൽ പോയി വാങ്ങിക്കാൻ. അത് വായിച്ചിട്ട് തന്നെ വായിച്ച് പഠിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ക്ലാസിക്കൽ ഗിറ്റാർ, അത് ഈ എല്ലാ ഫിംഗറും കൊണ്ട് വായിക്കുന്നതാണ്. അപ്പോൾ അത് വായിക്കണമെന്ന് തോന്നി. അപ്പോൾ അത് വാങ്ങിച്ചു. അത് തന്നെ വായിച്ച് പഠിച്ചു. അത് ഇത്തിരി പാടാണ്. അത് ഈ എല്ലാ ഫിംഗറും ഉപയോഗിച്ച് ഇങ്ങനെ വായിക്കുന്നത്. അപ്പോൾ അത് തന്നെ വായിച്ച് പഠിച്ചു, യൂട്യൂബ് നോക്കി കണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഷെഹനായി വായിക്കണപ്പോൾ അത് വേണം. ഷെഹനായി വേഗം ഇവിടെ നിന്ന് നമ്മൾ ബീഹാറിൽ നിന്ന് ഷെഹനായി വരുത്തി, അതും പഠിച്ചു തന്നെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ തബല വീട്ടിൽ മകൻ വായിക്കും. അപ്പോൾ അവൻ്റെ തബല അവിടെ ഇരിപ്പുണ്ട്. അത് ഞാനും പ്രാക്ടീസ് ചെയ്ത് ഞാനും പഠിച്ചു. പിന്നെ നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ സാക്സഫോൺ വായിക്കുന്ന കണ്ടപ്പോൾ അത് പഠിക്കുന്നു തോന്നി. അത് വാങ്ങിച്ച് അതും തന്നെ പഠിച്ചു. പിന്നെ മൗത്ത് ഓർഗൻ അത് വായിക്കുന്ന കണ്ടപ്പോൾ അതും വാങ്ങിച്ചു, പഠിച്ചു, തന്നെ പഠിച്ചു. അങ്ങനെ എല്ലാ ഇൻസ്ട്രുമെൻസും, ഈ പറയുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം തന്നെയാണ് പഠിച്ചത്, ആരും പഠിപ്പിച്ചതല്ല എന്നെ. കീബോർഡൊക്കെ ഒരു മാസം ഞാനൊരു ക്ലാസ്സിന് പോയിട്ടുണ്ട്. ഗിറ്റാറും ഞാൻ ഒരു മാസം പഠിക്കാൻ, അതിൻ്റെ ബേസ് പഠിക്കാൻ വേണ്ടി, കോഡ്സ് പഠിക്കാൻ വേണ്ടി മാത്രം പോയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെയൊക്കെ തന്നെയാണ് ഞാൻ വായിച്ച് പഠിച്ചത്. ഗിറ്റാർ വായിച്ചൊക്കെ എൻ്റെ യൂട്യൂബിലൊക്കെ പ്രോഗ്രാമുണ്ട്. ഗിറ്റാർ, സാക്സഫോൺ, എല്ലാ ഇൻസ്ട്രുമെൻസും വായിച്ച് യൂട്യൂബിൽ പ്രോഗ്രാം പോകുന്നുണ്ട്. സംഗീതത്തിൻ്റെ അടിസ്ഥാന പാഠം ഇതിനെയൊക്കെ സഹായിച്ചിട്ടുണ്ടാവും അല്ലേ? പെട്ടെന്ന് ഇതിൻ്റെ സ്വരസ്ഥാനം. അതെ, അത് യുവർ കറക്റ്റ്. അതെന്ന് പറഞ്ഞാൽ ആ ബേസ് ഉള്ളതുകൊണ്ട് ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഈ പ്രപഞ്ചത്തിൽ എവിടെയെല്ലാം സംഗീതാത്മകമായ ശബ്ദമുണ്ടോ, ഇനി ശബ്ദം സംഗീതാത്മകമല്ല, എന്ത് ശബ്ദമുണ്ടോ അതിൻ്റെ ബേസ് സപ്തസ്വരങ്ങളാണ്. ഈ 72 രാഗമാണ്. അത് നമ്മളുടെ ഇന്ത്യൻ കർണാട്ടിക് മ്യൂസിക്കിലുള്ളത്. വേറെ ഒരു സംഗീതത്തിലും ഇല്ല. ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൽ 10-15 ദാട്ടുള്ളൂ. അതിൻ്റെ ജന്യരാഗങ്ങളെ കൂടി ഒരു 100 രാഗം കാണാം. നമുക്ക് ലക്ഷക്കണക്കിന് രാഗങ്ങളാണ് നമുക്ക് ഇന്ത്യൻ കർണാട്ടിക് മ്യൂസിക്. അത് കേട്ട് വളരുക. ശാസ്ത്രീയ സംഗീതം ഇല്ലാതെ ഒരു സംഗീതവും ഇല്ല. ഇന്ന് കേൾക്കുന്ന എല്ലാ പാട്ടിൻ്റെയും ബേസ് അതാണ്. ആര് പാടിയ ആര് മൂളിയാലും ബേസ് എന്താ? ശാസ്ത്രീയ സംഗീതം. അതിന് ഈ ആകാശവാണി ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഇനിയും ആകാശവാണിയുടെ അഭ്യർത്ഥന, ശാസ്ത്രീയ സംഗീതം ആകാശവാണിയിലൂടെ ഒഴുകി വാഹിനിയായിട്ട് ഒഴുകണമെന്ന് പറഞ്ഞത് എൻ്റെ ഒരു കൃതിയിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കീരവാണി രാഗത്തിൽ ഒരു കൃതിയിൽ, ഇപ്പം ഞാൻ ഘരഘരപ്രിയ പാടി കീരവാണിയിലെ കൃതിയിൽ വാഹിനിയായിട്ട് ഒഴുകാൻ പറഞ്ഞിട്ടുണ്ട്, സരസ്വതി. അപ്പോൾ അത് എൻ്റെ ഒരു വരിയാണത്. വാഹിനിയായൊഴുകി മേദിനിയെ പാവനമാക്കി കീരവാണി സരസ്വതി. കീരവാണിയിലെ എൻ്റെ കൃതി അത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ സരസ്വതി ദേവിനോട് ബ്രഹ്മാവ് പറഞ്ഞതാണ്. മനസ്സിലായോ? ബ്രഹ്മാവിനെ സൃഷ്ടിച്ചത് വിഷ്ണുവാണ്. ബ്രഹ്മാവ് സരസ്വതി ദേവിനെ സൃഷ്ടിച്ചു. അപ്പോൾ ദേവി ചോദിച്ചു, എനിക്ക് എന്താ ജോലി? നിനക്ക് 3 ജോലി ഏൽപ്പിക്കുന്നു. ഒന്നാമത്തെ ജോലി വിദ്വാൻമാരുടെ നാവിൽ വിളങ്ങണം എന്നും. അത് വിദ്വാൻമാർ നല്ല ശുദ്ധി ഉള്ളവരായിരിക്കണം. ശുദ്ധി പോയാൽ നാവിൽ നിന്ന് പോവും ദേവി. അതാണ് എല്ലാവരുടെയും നാവിൽ നിന്ന് ദേവി പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ രണ്ടാമത്തെ ജോലി വാഹിനിയായിട്ട് ഒഴുകണം. അതാണ് ഞാൻ ആ കൃതിയിൽ എഴുതിയേക്കണം.
അപ്പോൾ ആ കഥ പറഞ്ഞു കൊടുക്കാമല്ലോ. അപ്പോൾ ഇതും ഇത്രയും പറഞ്ഞു കൊടുക്കാം. വിദ്വാൻമാരുടെ നാവിൽ വിളങ്ങണം ഒന്നാമത്തെ ജോലി. രണ്ടാമത്തെ ജോലി വാഹിനിയായിട്ട് ഒഴുകണം. ഇവിടെ ഭൂമിയിൽ കൂടി ഭൂമിയെ ശുദ്ധിയുള്ളതാക്കണം, നനയ്ക്കണം, ഒരു തണുപ്പുള്ളതാക്കണം. എപ്പോഴും വാഹിനിയായിട്ട് ഇങ്ങനെ ഒഴുകി. അല്ല ഭൂമി ഇങ്ങനെ ചുട്ടുപഴുത്ത് കിടക്കില്ലേ, അഗ്നിപർവ്വതങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് അതിനെ ഹെൽപ്പ് ചെയ്യണം. സംഗീതാത്മകമായിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് വാഹിനിയായിട്ട്. അതിൻ്റെ അർത്ഥം ഞാൻ മനുഷ്യനാവുന്ന ആ ഭൂമി, ഞാനാവുന്ന ഭൂമിയിൽ ഉള്ളിൽ കൂടി അവൻ്റെ ഉള്ളിലെ ഹൃദയ സരസിലൂടെ ഇങ്ങനെ വാഹിനിയായിട്ട് ഒഴുകി ഹൃദയത്തെ തണുപ്പിക്കണം, മനുഷ്യന് നല്ലവനാക്കണം, ശുദ്ധിയുള്ളവനാക്കണം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അതാണ് നമ്മൾക്ക് ആ വരിയിൽ അവിടെ കൊണ്ടുവന്നേക്കണത്. മനസ്സിലായോ? ദേവി കൊടുത്തേക്കണത്. അപ്പോൾ അങ്ങനെയാണ് ഈ കൃതി അങ്ങനെ പോകുന്നത്. നമുക്കപ്പോൾ ആ ഒരു സരസ്വതി ദേവി ആ വാഹിനി ഒഴുകുന്ന ഹൃദയത്തിലേക്ക് സംഗീതത്തിൻ്റെ ഒരു അലയൊലി കൂടി കടത്തിവിടാം. നമുക്കൊരു പാട്ട് കൂടെ കേൾക്കാം. അപ്പോൾ നമുക്ക് സ്വർഗനന്ദിനി സ്വപ്നവിഹാരിണി എന്നുള്ള പാട്ട്, കല്യാണി രാഗം, അത് കേൾക്കാം. താങ്കളുടെ സംഗീതയാത്രയെ പറയുന്നതിന് ഇടയ്ക്കെല്ലാം കുടുംബത്തിൻ്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു. ഭാര്യയുടെ കാര്യവും മക്കളുടെ കാര്യവും, അവർ വായിക്കുന്ന ഓടക്കുഴൽ വായിക്കുന്നു എന്നൊക്കെ. അവരെക്കുറിച്ചൊന്ന് പരാമർശിക്കാതെ നമുക്ക് ഈ സംഭാഷണം പൂർത്തിയാക്കാൻ പറ്റില്ല. അപ്പോൾ കുടുംബം അവരെന്ത് ചെയ്യുന്നു? എൻ്റെ ഭാര്യ ലൈസമ്മ എന്ന പേര്, വൈക്കം കാര്യമാണ്. പത്തനംതിട്ട ജില്ലാ ജോയിൻറ്റ് ഡയറക്ടറായിരുന്നു. അതുപോലെ തന്നെ സംഗീതത്തിന് ഞങ്ങൾക്ക് എല്ലാ പ്രോത്സാഹനവും തരുന്നത് ഭാര്യയാണ്. അതുപോലെ തന്നെ മക്കള് ഉണ്ണി കണ്ണൻ, ജോസഫ് തോമസ് എന്നാണ് പേര്. ഉണ്ണി കണ്ണൻ എന്നാണ് വിളിക്കുന്നത്. ഇതിൽ ഉണ്ണി പാട്ട് ആണ് നോക്കുന്നത്. സംഗീതം നന്നായിട്ട് പാടും, പിന്നെ ഹാർമോണിയം വായിക്കും, കീബോർഡ് വായിക്കും, മൗത്ത് ഓർഗൻ വായിക്കും. പിന്നെ കണ്ണൻ വരുന്നത്, അവന് ഞാൻ കണ്ണൻ ജനിച്ചപ്പോൾ അവന് കണ്ണൻ എന്ന് പേരിട്ടത് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. ഇവനൊന്ന് ഓടക്കുള്ളൂ വായിക്കണേ, എങ്ങനെയെങ്കിലും ഒന്ന് വായിക്കണോ എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായി. അതേപോലെ തന്നെ അവൻ നല്ലൊരു ഓടക്കുള്ളി നന്നായിട്ട് വായിക്കുന്ന ആളായിട്ട് ചെറുപ്പത്തിലെ എന്നെ ഓടക്കുള്ളി നന്നായിട്ട് വായിച്ചു. അപ്പം അത്രയും സമാധാനമായി. അങ്ങനെ അവന് ഇപ്പം നന്നായിട്ട് ഓടക്കുള്ളി വായിക്കും. അവനൊരു 15 ഇൻസ്ട്രുമെൻറ്റ്സ് 16 വായിക്കും അവൻ കണ്ണൻ. അച്ഛൻ്റെ റെക്കോർഡ് പൊട്ടിക്കാനാണ്. അതെ, എൻ്റെ റെക്കോർഡ് പൊട്ടിക്കുവാൻ. അവനിൽ നിന്ന് ഇപ്പം അവരിൽ നിന്നാണ് ഞാൻ പഠിക്കുന്നത്. പുതുതലമുറയിൽ നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട്. അതെ, അത് അവർക്ക് എന്നിലും അറിവുണ്ട്. സംഗീതത്തിൻ്റെ ചില സംശയങ്ങളൊക്കെ ഞാൻ അവരോടാണ് ചോദിക്കുന്നത്. ചില സ്വരങ്ങളുണ്ട്, അത് കറക്റ്റായിട്ട് പറഞ്ഞു തരും രണ്ടുപേരും അതെ. അപ്പോൾ നമ്മളെപ്പോഴും ഈ സംഗീതത്തിൻ്റെ കാര്യം പറയുമ്പോൾ സാർ പറഞ്ഞു പലതിൻ്റെയും അടിസ്ഥാനം സംഗീതമാണ്. ഇപ്പോൾ സംഗീതം നമ്മൾ പഠിക്കുന്നത് തന്നെ ചിലപ്പോൾ ഒരു മത്സരത്തിന് വേണ്ടിയോ, അല്ലെങ്കിൽ ഇപ്പോൾ റിയാലിറ്റി ഷോയുടെയൊക്കെ ആധിക്യമൊക്കെ ഉള്ളതുകൊണ്ട് അതിലേക്ക് എന്തോ ഒരു സമ്മാനം കിട്ടാനോ അങ്ങനെ എന്തെങ്കിലും ഒരു ഭൗതികമായ ഒരു നേട്ടം പ്രതീക്ഷിച്ചായിരിക്കും. പക്ഷേ സംഗീതത്തിന് അതിനൊക്കെ അപ്പുറത്തേക്ക് അതിനൊരു കഴിവുണ്ട്, അതിൽ അപ്പുറത്തേക്ക് കാണേണ്ടതായിട്ടുണ്ട് എന്ന് താങ്കൾ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ കുട്ടികളെ ചെറുപ്പത്തിൽ സംഗീതം പഠിപ്പിക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യം എന്താണ്? സംഗീതം പണ്ട് നമ്മുടെ പൂർവികന്മാർ സംഗീതം, രാജകുടുംബത്തിലെല്ലാം സംഗീതമാണ് അവരെപ്പോഴും പാട്ടുകാർ എപ്പോഴും. അപ്പോൾ അത് അന്നത്തെ കാലത്ത് ഈ കുട്ടികളെ ഈ സംഗീതത്തിലേക്ക് വിടുന്ന ഈശ്വര ഭാഷയാണ് സംഗീതം എന്ന് പറഞ്ഞാൽ ഈശ്വര ഭാഷയാണല്ലോ. ഒരു കാരണം അതാണ്. നമ്മുടെ സ്വഭാവം നന്നാവും, നല്ലത് ഒരു ശാന്തമായിട്ടുള്ള സ്വഭാവം ഉണ്ടാവും, സ്നേഹിക്കാൻ പഠിക്കും നമ്മൾ, ഭക്തി ഉണ്ടാവും, ശുദ്ധി ഉണ്ടാവും, ശക്തി, അതിൽ നിന്നെല്ലാം ശക്തി കിട്ടും. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് സംഗീതം പഠിച്ചാൽ കിട്ടും. ആത്മാർത്ഥമായിട്ട് പഠിക്കണം സംഗീതം. മനസ്സിനെ കൂടുതൽ നിർമ്മലമാക്കാൻ, അതിനെ ശുദ്ധീകരിക്കാനൊക്കെ കഴിവുള്ള സംഗീതം അത് ആളുകൾ കൂടുതൽ ഹൃദയത്തിലേക്ക് ഏറ്റട്ടെ. ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് ദീർഘകാലം സംഗീതാധ്യാപകനായിരുന്ന TJ ജോർജിനോടാണ്. അദ്ദേഹത്തിൻ്റെ ആകാശവാണി ഓർമ്മകൾ പങ്കുവെക്കുകയായിരുന്നു. ഒപ്പം അനവധി പാട്ടുകളും അതിൻ്റെ പാട്ടിൻ്റെ ഉള്ളറകളും എല്ലാം നമുക്കായി തുറന്നു തന്നു. ഒത്തിരി പാട്ടുകൾ നമുക്ക് പാടിത്തന്നു. ഒത്തിരി നന്ദി സാർ, ആത്മസഖി ആകാശവാണി സംഗീത സാന്ദ്രമാക്കി തന്നതിന് നന്ദി. അപ്പോൾ നമുക്ക് പിരിയുന്നതിന് മുമ്പായി ഒരു പാട്ട് കൂടി കേൾക്കാം. യമുന കല്യാണി രാഗത്തിലെ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. കുങ്കുമപ്പൂവുകൾ പൂത്തു. ആത്മസഖി ആകാശവാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സംഗീതാധ്യാപകനായ TJ ജോർജിൻ്റെ ഓർമ്മകൾ. നിർവഹണം റിയാസ് കളപ്പുരയിൽ. സഹകരണം റനീഷ് ജോർജ്. പ്രക്ഷേപണത്തിന്റെ 90 സുവർണ വർഷങ്ങൾ പ്രത്യേക പരിപാടി ആത്മസഖി ആകാശവാണി സമാപിക്കുന്നു.